ഗ്യാസോ? അപ്പോൾ വൈകുന്നേരമായി അച്ചാറിൻ്റെ പുളിയഞ്ചിൻ്റെ പരിപാടി നോക്കുക കേട്ടോ. അച്ചാറ് പുളിയഞ്ചി അച്ചാറും പുളിയഞ്ചി മാത്രമാക്കണല്ലോ. അച്ചാറും പുളിയഞ്ചി മാത്രമാക്കണല്ലോ. കറിവേപ്പിൻ്റെ അച്ചാറും കാളം കുറുക്കി വെക്കണം. കാളം കുറുക്കണ്ടാ? ഇല്ലെങ്കിൽ രാവിലെ ഒക്കെപ്പാടെ നാളെ നബിദിനം കൂടിയല്ലേ. നാളെ 2 പരിപാടികളാണല്ലോ. അപ്പൊ അത് കാരണം നബിദിനം കൂടി ആയതുകൊണ്ട് ഈ മഴ കാരണമാണ് പേടി. നമ്മൾ ജ്യൂസ് എന്തെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തണുപ്പത്ത് എന്താ ജ്യൂസ് കൊടുക്കുന്നത്, എന്താ ചെയ്യാന്നറിയാണ്ട് എത്തും പിടിയും കിട്ടാതെ നിൽക്കുക കേട്ടോ. നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ. അപ്പോൾ കാളം കുറുക്കി വെച്ച് കഴിഞ്ഞ് വെച്ചാൽ പിന്നെ മോരിക്കൂട്ടാൻ വെക്കുന്ന പോലെയല്ലോ, സാമ്പാർ വയ്ക്കുമ്പോൾ കുറച്ച് പണിയാണ്. നാളെ എന്ത് നിൽക്കുന്നതിനേക്കാളും നേരത്തെ നിൽക്കണം. ഇപ്പം തന്നെ ഉറങ്ങാതെ തന്നെ ഇരിക്കേണ്ടി വരും. കാറ്ററിങ് ഏൽപ്പിക്കേണ്ടി വരും പറഞ്ഞ സദ്യ എല്ലാം ഇവരുടെ എല്ലാ സദ്യയും എല്ലാം ഇവരുടെ അറിയാം. അതൊക്കെ എൻ്റെ വേഗം കഴിയും. അത് മാത്രമല്ല ഒരു 8:30-ക്കുള്ളിൽ നബിദിന റാലി വരില്ലേ. ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ വേഗം കഴിയും കേട്ടോ. ഞാൻ മടി പിടിച്ചിരുന്നാലാണ് എൻ്റെ നടക്കാത്തുള്ളൂ. എൻ്റെ അമ്മ അറിയും എന്താ ചെയ്യാന്ന് വെച്ചാൽ വേഗം വേഗം ചെയ്യും, വകതിരിവോടെ ചെയ്യും പറയും. ഉണക്കമുളക് ഈ ചട്ടി കണ്ടിട്ട് നിങ്ങൾ ആരൊന്നും വിചാരിക്കരുത് നമുക്ക് ഈ ചട്ടിയോട് എന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ചട്ടി നമ്മൾ എപ്പോഴും എടുക്കില്ലമ്മ. ഓരോന്ന് മാറ്റാൻ തോന്നണില്ല എന്നല്ലേ. ഇതെന്തൊക്കെ ഓട്ടപ്പെടുന്നുമില്ല. ഇതാ മാങ്ങ അച്ചാറിനെ നാടില്ലേ. പോയോ നല്ല മഴ. ബാക്കിയുള്ളവരുടെ ഒച്ചയും ബഹളമൊന്നും കേൾക്കാത്ത എന്താണെന്നറിയാം. അവരെ ഒന്നും ഇവിടെ ഇല്ല, കല്യാണത്തിന് പോയിട്ടാണ്. ഇത് നാളെ ചിലപ്പോ എന്താ വയല് വെള്ളം വരുന്നു ശരിക്കും സദ്യ. ഇന്ന് എന്താ ഇന്നലെ ഞങ്ങൾ പച്ചക്കറി വാങ്ങാൻ പോയപ്പോഴേ ഒരേട്ടൻ പറയണേ ഇന്ന് ശരിക്ക് പുത്തരി ഉണ്ണുക ചെയ്യണ്ട്, മീൻകറി കൂട്ടിയിട്ട് എന്ന്. അപ്പോൾ ഇപ്പം ആരും ഈ പുത്തരി ഉണ്ണണമൊന്നുമില്ല. അവരുടെ അമ്മ ഉള്ള സമയത്ത് എപ്പോഴും പുത്തരി ഉണ്ണ അത്ര ചെയ്യുള്ളൂ. ഇപ്പം നമ്മളെന്താ ചെയ്യുക, പച്ചക്കറിയും കൊണ്ട് സദ്യ ഉണ്ടാക്കില്ലേ, അതിനെയാണ് പറയുന്നത്. ഉത്രാടൻ ദിവസം പുത്തരി ഉണ്ണ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീൻകറി കൂട്ടി ചോറിന് അല്ലേ. ഇപ്രാവശ്യം കുത്തിയ അരി എടുത്തിട്ട് ചോറ് വെച്ചിട്ട് അതിൽ മീൻകറി കൂട്ടിയിട്ട് കഴിക്കുക. എൻ്റെ വീട്ടിൽ ആദ്യം ഉണക്കമീൻ പച്ചമീനാണ് വെച്ചിരുന്നത്, ഞാനും പറഞ്ഞിരുന്നല്ലോ. പാടത്തല്ല മീൻ, നാടൻ മീനും കൂട്ടിയിട്ട് നല്ലൊരു ഊണ്. ഉലുവ വറുത്ത് ഓരോ ഭാഗത്തേക്ക് ഇനി ഇങ്ങനെയാവില്ല, ഇതിലും മാറ്റങ്ങൾ വരില്ലമ്മ. ഇനി സദ്യയൊന്നും നോക്കില്ല, വീട്ടിലേക്ക് ഓർഡർ ചെയ്ത് നമ്മുടെ ഇവിടെയും കൂടി ഇല്ലേ നാട്ടും പുറത്തും കൂടി ഇപ്പം നമ്മളോട് എത്ര പേര് ചോദിച്ചു എന്നറിയോ. 3-4 പേര് ചോദിച്ചു, ചേച്ചി നിങ്ങൾക്ക് കാറ്ററിങ്ങിലെ ഭക്ഷണം തരട്ടെ എന്നിട്ടൊന്നും നിങ്ങൾ വീഡിയോയിൽ പറയുമെന്ന്. അപ്പം ഞാൻ ചോദിച്ചു ഉച്ചത്തെ ഭക്ഷണം നമ്മൾ എന്ത് ചെയ്യും? ഉച്ചത്തെ ചെയ്യാൻ പറ്റും, വൈകുന്നേരത്ത് പിന്നെയും നമ്മൾ വെക്കണ്ടേ ചേട്ടാ. അപ്പോൾ നമ്മളത് ചെയ്യണ്ടേ കേട്ടോ. ഞാൻ പറഞ്ഞു അത് സാറില്ല പറഞ്ഞു നമ്മൾ. അപ്പോൾ അവർ പറഞ്ഞു എന്താ ചേച്ചി ഞങ്ങളെല്ലാം കൊണ്ടുവന്ന് തരാറ്, എന്ത് കൊണ്ടുവന്ന് തന്നാലും നമുക്ക് ഉണ്ടാക്കണതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അടുത്ത കൊല്ലം ഞാനതാ പറയുന്നത് സുകന്യത്തെ, അടുത്ത കൊല്ലം സുകന്യെ ഞാൻ വരും, കഴിക്കേണ്ട സമയമാകുമ്പോഴേക്കും വരും. അപ്പോഴേക്കും എല്ലാം ഉണ്ടാക്കി വയ്ക്കുക, കഴിക്കുക, എന്നിട്ട് പോവുക ചേട്ടാ. അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്താൽ പോരേമ്മ. കാറിരിക്കണ്ടാവും, അതെടുക്ക വളമ്പിത്തന്നെ കഴിക്കാൻ പോവാ. എന്നെ വെറുതെ അറിയാട്ടോ, തമാശയ്ക്ക്. എന്താ ഇതന്നെ ഒന്ന് പൊടിച്ചെടുക്കട്ടെ കേട്ടോ. ഇത് ഇതിക്ക് പുളിയഞ്ചിക്കും വേണം, കുറച്ച് അച്ചാർ.
കടുക് വറുത്തിട്ട് കേട്ടോ ഉലുവയും കായ ഇടുന്നത് വറുത്തിട്ട് ഇനിയിപ്പം ഇന്ന് എടുക്കില്ലല്ലോ. എൻ്റെ കെട്ടിയവനില്ലേ നല്ല കായത്തിൻ്റെ ഉലുവടി നല്ല മണം വേണം, മണം വേണം, അതേപോലെ നല്ല എരിവും വേണം കേട്ടോ. നല്ല ഉപ്പിലിട്ട പോലെ ഉണ്ടാവില്ലേ. എൻ്റെ വലിയേട്ടൻ പറയും ഞാൻ ഗുരുവായൂരിൽ അച്ചാറിടുന്ന പോലെ ഇത്ര ഞാൻ അച്ചാറിടുക. എപ്പോഴും പറയും നല്ല രസമാണ് നീ അച്ചാറിട്ടാ പറയും. കഴിച്ചോ. ഇപ്പോൾ ഉപ്പ് കല്ലുപ്പ് ഇട്ടേക്കുന്നു കേട്ടോ. എന്തേ ഉളിപ്പ് നോക്കുമ്പോ ഉപ്പ് വേണോ? ഒന്നും വേണ്ട, നന്നായിട്ട് രസമുണ്ടപ്പാ. ഇത്ര പോരെ ചാറ്? നാളേക്കിനി ഒന്നും കൂടി ശരിയാവും. വേണ്ട ഇങ്ങനെ കളർ വേണം കേട്ടോ. എന്നിട്ട് അച്ചാറ് കണ്ട ചിലവർ വെളുത്തുള്ളിയൊക്കെ ഇടും, ഞാൻ വെളുത്തുള്ളി ഒന്നും ഇടില്ല. വെളുത്തുള്ളി ഇട്ടിട്ടും ഉണ്ടാക്കാറുണ്ട് കേട്ടോ, പക്ഷെ സദ്യക്കൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുക. ഈ പുളിയഞ്ചി ഉണ്ടാക്കിയാലോ. പുളിയഞ്ചിക്ക് വേണ്ടിയിട്ട് ഇതാ കായ ഉലുവി വറുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ എള്ളില്ലേ, എള്ളും ഉലുവി കുറച്ച് കടുകും പാടല്ലേ, അതും കൂടി ഒന്ന് വറുത്തിട്ട് ഇതാ പൊടിച്ചെടുക്കട്ടെ. ഇതൊന്ന് വേറൊരു പാത്രത്തേക്ക് ആക്കിയിട്ട് ഗ്യാസിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പിൻ്റെ അവിടേക്ക് വിറക് കൊണ്ടുവന്ന് വെച്ചാൽ മറന്നു പോയിട്ടാ. ഇതാ ഇഞ്ചി പച്ചമുളക് എന്താ ഒരു സ്മെല്ല്. മൂക്കിൽ കുത്തുന്ന മുളക്, മുളകിൻ്റെ ഇഞ്ചിയുടെ എന്തിൻ്റെ മനസ്സിലാവില്ല. ഇഞ്ചിപ്പുളിയുടെ പച്ചക്ക് ഇട്ടിട്ട് ഉണ്ടാക്കാട്ടോ. ഞാൻ പച്ചക്ക് എന്താണെന്നറിയാം, വാട്ടി കഴിഞ്ഞാൽ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പണി ഇങ്ങോട്ട് കഴിയുമല്ലോ. മഴ പോയി ഒരു കണക്കിന്. ഇപ്പൊ പെയ്യേ മഴ പോയി അറിയ. ഇനി അവിയലിനുള്ള കഷ്ണങ്ങളും 2 ദിവസം ഗ്യാപ്പ് ഇട്ട് എത്ര നന്നായിരുന്നല്ലേ മഴയ്ക്ക്. നമ്മുടെ പാല് കാച്ചിൽ കഴിയുന്നു. ഓണം കറുത്തും അത്തവും കറുത്തും ഒക്കെ കൂടി കറുത്തിട്ടായില്ല. അല്ലേ ഇവിടെ പാല് കാച്ചിലേ കഴിഞ്ഞിട്ട് പെയ്താൽ മതിയായിരുന്നു. പാല് കാച്ചിലായാലും ഓണായാലും ആൾക്കാർക്ക് വിരുന്നൊക്കെ അത് ശരിയാ. പാല് കാച്ചിലൊക്കെ രാത്രിയല്ലേ. അപ്പൊ അതൊന്നും പുറത്ത് കറണ്ട് ഇല്ലെങ്കിലേ അവിടെ കറണ്ട് എടുത്തിട്ടില്ലല്ലോ. ഇവിടെയും ഇല്ല പറഞ്ഞാൽ കറണ്ട് ഇല്ലെങ്കിൽ ഒരു പ്രശ്നം തന്നെ കേട്ടോ. പുളി കറുത്ത പുളി കിട്ടിയില്ല കേട്ടോ, പഴംപുളി കിട്ടിയില്ല. കിട്ടിയത് ഈ പുളിയാണേ. കുറച്ച് നിരച്ച കളറായിരിക്കും. നിരച്ച കളറായിരിക്കും പറയാ. നിരച്ച കളറായിരിക്കും. കറുത്ത കളർ വേണം. കറുത്ത കളർ വേണമെങ്കിൽ കറുത്ത പുളി വേണമല്ലേ അമ്മ. കറുത്ത പുളി. അപ്പോൾ ഞാൻ കറുത്ത പുളി വേണം, പഴംപുളി വേണം പറഞ്ഞതാണ്. എന്താ പറ്റിയാണോ? എന്ത് പറ്റേ കടയിലേക്ക് വിളിച്ചു വരണോ? കടയിൽ അവരോടൊന്ന് പറയുമ്പോൾ അതിൽ എഴുതി വെച്ചതാണ് പഴംപുളിന്ന്. അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. പഴവും പുളിന്ന് രണ്ടും കൂടി പഴംപുളി വെച്ചിട്ടുണ്ടാവും. പഴവും പുളി രണ്ടെണ്ണമായിട്ട്. ഞാനും കടയിലത്തൊരു കാര്യം പറഞ്ഞു തരാട്ടോ. അനിയനെ ഞങ്ങൾ 50 രൂപയ്ക്ക് പൂ വാങ്ങി. അതിൻ്റെ വലിപ്പം ഞാൻ കാണിച്ചു തരാം. അയ്യോ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അനിയൻ 50 രൂപയ്ക്ക് കോങ്ങാടുന്ന് പൂ വാങ്ങി. എത്ര പൂവാ വെച്ചിട്ടാ? ഞങ്ങൾ 50 രൂപയ്ക്ക് വാങ്ങിയിട്ട് പൂവേ ഇല്ല. 100 രൂപയ്ക്ക് ഉള്ള പൂവുണ്ട് 50 രൂപയ്ക്ക്. എന്താ അനിയൻ വാങ്ങിയിട്ട് വന്നിട്ടില്ലമ്മ. ഛേ അതൊക്കെ ഉണ്ടാവും. ഓണക്കച്ചവടമാണ്, അതൊക്കെ ഉണ്ടാവും. പൂ 50 രൂപയായിട്ട് വാങ്ങിച്ച പൂ തരാതിരുന്നില്ലല്ലോ എന്ന് സമാധാനിക്കുക. അങ്ങനെ സമാധാനിക്കും. ഇപ്പോൾ ഓണക്കച്ചവടമൊക്കെ അങ്ങനെയാണ്. 50 രൂപ വാങ്ങിച്ച് ശരിയെന്ന് പറയേണ്ട സമയമാണ് ഇപ്പോൾ കച്ചവടക്കാർ. മൊത്തത്തിൽ പോകണ്ടേ. ഇന്നത്തെ ഒരു ദിവസം വരെ അങ്ങനെയൊക്കെ എന്തിനു പോയാലും വില കൂടുതലല്ലാണ്ട് എന്താ എന്തെങ്കിലും 5 എന്നുള്ള കണക്കൂട്ടി വരുമ്പോഴേക്ക് 10 ആക്കിയിട്ടുണ്ടാവും. അതല്ല പറയുന്നത്. അത് ഓണത്തിന് അങ്ങനെ എന്തിലേക്ക് കയറിയാലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവില്ല. ഒക്കെ കൂട്ടും നമ്മളെ. മഞ്ഞപ്പൊടി അപ്പോൾ ഒറ്റ കാര്യം ചെയ്യാൻ പറ്റും. അത്യാവശ്യമില്ലാത്ത സാധനങ്ങൾ മഞ്ഞപ്പൊടി കുറച്ചിട്ട് കൊടുക്കണ്ട്. വാങ്ങി നാളെ പൂ വെക്കണം കുറച്ചെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് ഏട്ടാ. പൂവൊന്നും പിന്നെ ഒരു വഴിയില്ല. പൂവൊക്കെ പറ്റുന്ന കാര്യം കൊടുത്ത് വാങ്ങുക ആവശ്യമുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഉള്ള പൂ എടുത്തിട്ട് ഒരു എന്താ കായം വെക്കും. കണ്ടോ കുറച്ച് കളർ വരുന്നു. നന്നാ
വരുന്നുണ്ട്. അതിന് ഞാൻ ഇതിട്ടേ എന്നിട്ട് കരിയോ കരി എന്താ പിന്നെ പെട്ടെന്ന് കറുത്ത് എള്ളോ എള്ളും ഉഴുന്നും 2 മണി കടുകും പെട്ടെന്ന് കറുത്ത കളറായപ്പോ ഞാൻ ഇതിട്ട് പറഞ്ഞപ്പോഴേ എള്ളും ഉഴുന്നും 2 മണി കടുകും നല്ലൊരു മണല്ലേ അങ്ങോട്ട് തോന്നില്ല? അല്ല സത്യമായിട്ടുണ്ട്. എന്നുണ്ടാക്കണ പോലെ അല്ലല്ലോ. എന്താണ് അതില് സത്യം? എപ്പോഴും ഉണ്ടാക്കണ പോലെ ഇല്ല കേട്ടോ. മാറിയിട്ട് ഒരു മാറ്റം വേണ്ട. എപ്പോഴും ഒരേപോലെ ഒന്നും കൂടി കൊടുക്കണം. എപ്പോഴും ഉണ്ടാക്കണതെന്ന് മാറ്റിയിട്ടൊന്ന് ഉണ്ടാക്കി വെക്കിയതാട്ടാ. അപ്പോൾ അല്ലേ എപ്പോഴും നമ്മൾ പുളിയിഞ്ചി ആദ്യത്തെ പോലെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കൊന്ന് വ്യത്യാസത്തിലാവുമ്പോൾ ഇത് മോനേട്ടൻ നമ്മുടെ ഇവിടെ എന്താ പിറന്നാളിന് വയ്ക്കാൻ വേണ്ടി വന്ന സമയത്ത് പച്ചമുളകും കൂടി ഇതിൽ കുത്തിയിടായിരുന്നു വറുത്തിട്ട്. പച്ചമുളക് നോക്കുമ്പോൾ എന്താ കുറച്ചേ ഉള്ളൂ, നാളേക്കും വേണ്ടേ. കാളന് വേണ്ടിയിട്ട് ഇതാ തേങ്ങ അരവി വെച്ചു. ഇനി കാളനും കൂടി കുറുക്കി വെച്ചാൽ അവിയലൊക്കെ പിന്നെ രാവിലെ ഉണ്ടാക്കാം. അതധികം പണിയില്ലല്ലോ. ഇതിൽ കാളനില്ലേ പുള്ളിയൊക്കെ ഇങ്ങനെ പിടിച്ച് നല്ല അങ്ങോട്ട് കുറുകി വരണം അല്ലേ. എന്നിട്ട് നാളത്തെ കഴിഞ്ഞ് മറ്റന്നാൾ നല്ല വെള്ളച്ചോറിൻ്റെ കൂടെ സാമ്പാർ, അവിയൽ, കാളൻ എല്ലാ കറികളുടെ ബാക്കിയും കേട് വരരുത്. എന്നിട്ട് അതങ്ങോട്ട് ഒഴിച്ചിട്ട് പപ്പടവും അച്ചാറും പുളിയിഞ്ചിയൊക്കെ എന്താ കൂട്ടി കഴിച്ചു നോക്കണം. അമ്പോ സദ്യനേക്കാളും ടേസ്റ്റ് കേട്ടോ അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കണത്. വയ്ക്കുന്നവരും അവരൊക്കെ അങ്ങനെ ഒന്നിച്ചൊരു പാത്രത്തിലാണ് എല്ലാം അവർ വിളമ്പിയിട്ടാണ് കൊണ്ടുപോയി അങ്ങനെ വെള്ളം പാർന്നിട്ട് തന്നെ എത്ര ചെയ്യും. പക്ഷെ അത് അമ്മ കഴിച്ചിട്ടില്ലല്ലോ. നല്ല രസമാണ്. ഞാൻ വീട്ടിൽ പോകുമ്പോൾ അമ്മയുടെ അടുത്ത് പറയട്ടോ വെള്ളച്ചോറുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ പലഹാരം വേണ്ട അങ്ങനെ മതിയെന്ന്. അതെല്ലാം പാടായിട്ടേ നമ്മുടെ സാമ്പാർ, രസം, ഉപ്പേരി എല്ലാം കൂടി ഇട്ടിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. പിന്നെ ഇതിൻ്റെ ഗുളികയുടെ എന്തിനാ ഗ്യാസിലെ ഗുളികയല്ല ഇത് അയമോദക ഗുളിക. പുളിയിഞ്ചി സെറ്റായിട്ടോ. കറുത്തില്ലേ? തീരെ പാലില്ല. 18-ാം പത്ത് എന്താ ഈ കായത്തിൻ്റെ അല്ലേ നല്ല മണം വരണല്ലേ അമ്മ. പുളിയിഞ്ചി അച്ചാറൊക്കെ അതേപോലെ നമ്മുടെ സാമ്പാർ വയ്ക്കുന്നതൊക്കെ നല്ല കായം. പക്ഷെ ഇത് മണല്ലേ ഉണ്ട്. മണം വരുന്നില്ല ചേട്ടാ? ഉണ്ട്. എൻ്റെ കൈയൊക്കെ നോക്കിയൊക്കെ ഇല്ലേ? നമ്മുടെ മൂക്കിൽ നല്ല മണമുണ്ട് കേട്ടോ. അതന്നെയാണതേ. അത് അന്നത്തെ കല്ല് പോലെ ഉണ്ടായിരുന്നു. പിന്നെ അതിങ്ങനെ ഇതായപ്പോൾ ഇതായിട്ട് അതന്നെ ഇതാട്ടോ നമ്മുടെ പുളിയിഞ്ചി കറുക്കില്ല പറഞ്ഞില്ലേ. കറുത്തു. ഇങ്ങനെ നിങ്ങളുടെ പുളി ഇങ്ങനെയാണ് എന്ന് വെച്ചല്ലേ വെള്ളപ്പുളിയാണെന്ന് വെച്ചാൽ നമ്മുടെ കറുത്ത എള്ള് കൊണ്ടുവരിക. വെള്ളെള്ളും ഇല്ലേ അത് വറക്കുക. കുറച്ച് ഉലുവയും കൂടിയും കൂട്ടുക. 2 മണി കടുക് കൂടുക കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാവും. വീടിറങ്ങി ഇത് കണ്ടോ ചട്ടിയിൽ കിടന്ന് ഇങ്ങനെ കുറുകിലമ്മ ചട്ടിയിൽ പിന്നെയും തിളക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രാവശ്യമേ ഞാൻ എന്താ അമ്മയ്ക്ക് ഓർമ്മ ഉണ്ടത് റബ്ബർ ബാൻഡ് പോലെ ഇത് പുളിയിഞ്ചി കുറുകട്ടെ പറഞ്ഞിട്ട് നോക്കിയപ്പോൾ കുറുകിക്കോളാൻ പറഞ്ഞു. ഈ സ്പൂഡിന്ന് 3-4 5-6 കൊല്ലായില്ലേ. ഞാനെനിക്ക് ആകെ ഇടങ്ങാറായി. ഇങ്ങനെ കൊട്ടുമ്പോൾ അത് കൊട്ടാണ്ട് വരില്ല. പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. റബ്ബർ അറിയേയില്ല. അത് വേഗം ആദ്യമൊക്കെ നമ്മളതിന് എന്താ തിരുവോണത്തിൻ്റെ ആ സമയത്ത് ചിലപ്പോൾ പുളിയിഞ്ചി ഉണ്ടാക്കൂലേ ധൃതി പിടിച്ചിട്ട്. എന്തോ പറ്റി ഇതറിയില്ല. എനിക്ക് പുളിയിഞ്ചി ഉണ്ടാക്കിയിട്ട് ലെവലാവാണ്ട് അങ്ങോട്ട് സെറ്റായില്ല. ഇനി ഇത് നമുക്ക് ചൂടാറി കഴിഞ്ഞാൽ ഒരു പാത്രത്തിലാക്കി വയ്ക്കുക. മഞ്ഞപ്പൊടി ചേനി കായ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പിട്ടിട്ടില്ല. ഇനി നമുക്കില്ലേ അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുരുമുളക് പൊടി വേണമെങ്കിൽ ഇതിൽ തന്നെ ഇടാം. പക്ഷെ ഞാൻ കുരുമുളക് പൊടിച്ചിട്ടില്ല. കാളനിൽ കഷ്ണം ഇടുമ്പോൾ തന്നെ കുരുമുളക് പൊടി വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാനതപ്പോൾ എന്താ വിചാരിച്ചു എന്നറിയോ, പൊടിയില്ല. ഇപ്പോൾ തേങ്ങയെക്കൂടെ നല്ല പോലെ ഇങ്ങോട്ട് അരയ്ക്കാൻ വന്നു.
ഉഷമ്മ എപ്പോഴും പറഞ്ഞ് കൊതിപ്പിക്കും, പ്രസിയെ ഞാൻ കാളം കുറുക്കി 4 ദിവസമായി എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും പറയും കാളം കുറുക്കി, ഞാൻ കാളം കുറുക്കി എന്നുള്ളത്. അത് ഓരോരുത്തർ വെക്കുമ്പോൾ അതിൻ്റെ കൈപ്പുണ്യം വേറെ രുചി തന്നെ അല്ലേ. നമ്മൾ ഉണ്ടാക്കണ പോലെ ഇല്ലല്ലോ എല്ലാവരും ഉണ്ടാക്കുക. അറിയില്ല. എനിക്ക് വേറെ ആരെങ്കിലൊക്കെ ഇല്ലേ എന്തെങ്കിലും ചിക്കനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അതൊരു പ്രത്യേക രുചി തോന്നും. ഇതാ കുരുമുളക് തേങ്ങയിലിട്ട് കൊടുക്കണ്ടേ. ഇതാ കാളൻ കേട്ടോ, കാളൻ കുറുക്കിയെടുക്കുകയാണേ. കുറുക്ക് കാളൻ കുറുകാണ്ടല്ലേ, കുളുപ്പുണ്ടാവും. നല്ല തൈരാണ് വെച്ച് തരുമ്പോൾ കമ്മിയല്ലേ പുളിപ്പ്? അതെന്ത് പറ്റി? നല്ല തൈരാണല്ലോ അത്. ചിലവർ ഇങ്ങനെ ലാസ്റ്റാണ് കേട്ടോ ഒഴിക്കുക. നമ്മൾ പോരെ ഇതൊന്ന് ചട്ടിയിൽ ഇരുന്നിട്ട് ഇതാവും. നമ്മൾ ഉലുവയും കൂടി പൊടിച്ചിടണം കേട്ടോ. കുട്ടികളൊക്കെ കല്യാണത്തിന് പോയിട്ട് മഴ നനഞ്ഞാണാവോ? അല്ലെങ്കിലൊക്കെ മഴ തന്നെ ഉണ്ടാവും. നല്ല മഴ തന്നെ പെയ്യണത്, നല്ല മഴ തന്നെ പെയ്യണത് അറിയാം. ഇനി മസാലക്കറിക്കുള്ള ഗ്രീൻ പീസ് വെള്ളത്തിലിടണം. നമുക്ക് പപ്പടം കാച്ചിട്ട് ചോറിനല്ലേ. അവരൊക്കെ നല്ല വെജിറ്റബിൾ ബിരിയാണിയും ഇനിയിപ്പോ അവരൊക്കെ ആക്കേണ്ട കാര്യമില്ല. അതന്നെ, അവര് നല്ല വെജിറ്റബിൾ ബിരിയാണി പിന്നെന്താ എന്തൊക്കെയാ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അവിടെ. അപ്പോൾ കഴിച്ചിട്ട് വരട്ടെ, എന്തായാലും കഴിച്ചിട്ട് വരട്ടെ അവര്. അപ്പോൾ ഇതാ നമ്മുടെ കാളനുമായി ചട്ടിയിൽ ഇരുന്നിട്ടില്ലേ ഒന്നും കൂടി ഇങ്ങോട്ട് സെറ്റ് ആവും കേട്ടോ. കുറുകും. ചിലയിടത്ത് ഇങ്ങനെ ചമ്മന്തി പോലെ ഉണ്ടാവൂലമ്മ, അങ്ങനെ രസം. ഞാനത് ഇങ്ങോട്ട് കുറച്ച് ഉടച്ചിട്ടുണ്ട്. അമ്മ ഉടയ്ക്കണ്ട പറയാണ്. അല്ലമ്മ കഷ്ണങ്ങളൊക്കെ ചേന അങ്ങോട്ട് ഉടച്ചിട്ടുണ്ട്. ഈ പപ്പടം കാച്ചിയല്ലേ കഴിക്കല്ലേ വേണം. ഓണത്തിന് പിന്നെ പപ്പടം ഇല്ലാതെ എന്താഘോഷം. ഏട്ടന് വേണ്ടേ? എനിക്ക് പപ്പടം വേണ്ട. ഏട്ടന് അച്ചാർ കിട്ടിയാൽ മതി. നാളെ വെച്ച് മാറ്റുന്നുണ്ടെങ്കിൽ അച്ചാർ എടുക്കണ്ട, ഇല്ലെങ്കിൽ എടുത്താൽ മതി. ഇനി എന്താ അല്ലേ? വേറെ അച്ചാറുണ്ടല്ലോ ഇവിടെ, ആ അച്ചാർ എടുക്കണ്ട. എന്നാ വെച്ച് മാറ്റണ്ട. നമ്മുടെ ഒരു ഇതിന് ചെയ്യുന്ന എന്തിനാലേ. അച്ഛനത് ഇഷ്ടട്ടോ. ഒരു പ്രാവശ്യം അച്ഛൻ മരിക്കണതിൻ്റെ മുമ്പേ അച്ഛൻ ഇറച്ചി വാങ്ങിയിരുന്നു വിഷു 1-ാം ദിവസം. അല്ലമ്മ, വിഷു 1-ാം തീയതിക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ വെച്ചെടുക്കണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉപ്പുമുളകം നോക്കാൻ പാടില്ല. എന്നാ വേണ്ട, ഇതിപ്പോ രുചിയൊക്കെ നോക്കിയിട്ട് പിന്നെ എന്താ വെച്ചു. എന്താ കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ തെളിഞ്ഞ്. ഇനി നാളെ ബാക്കിയുള്ളത് ഇതെന്താണെന്നറിയോ? ഇത് ഇപ്രാവശ്യം നമ്മൾ കാളെ നേരത്തെ കുറുക്കി വയ്ക്കുന്നത് എന്താണെന്നറിയോ? നാളെ നബിദിന ആയതുകൊണ്ട് എല്ലാം പാടെ ആ സമയത്ത് കിട്ടില്ല. പിന്നെ ഇത് അതിന് മെനക്കെടണ്ടേ. അപ്പം ഞാൻ പറ്റിയ ഇനിയിപ്പോൾ സമയം ഉണ്ടെങ്കിൽ തന്നെ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കി വെക്കാന്ന് വിചാരിക്കുന്നുണ്ട്. ഇങ്ങനെ മഴ വെച്ചാൽ കാര്യമായിട്ട് മെനക്കെട്ടൊന്നും വരില്ല. അവർ വരുമ്പോൾ ഇറങ്ങിയിരിക്കുക കൊടുക്കുക ചെയ്യാന്നല്ലാണ്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇനി മക്കള് മഴ എന്താക്കുകയാണോ അതന്നെയാണ്. അവിടെ നിന്ന് ഒരു പാത്രം എടുക്കുമ്പോൾ അത് അടച്ചു വെക്കണ്ടേ? ആറിയിട്ട് പിന്നെ ഒരു പണ്ട് കാര്യമില്ല. വാഴയില വെച്ചിട്ട് ഇതാക്കണ്ടോ. ഞാൻ ഇപ്രാവശ്യമല്ലേ ഓണായിട്ട് നിങ്ങൾക്ക് ആർക്കും ഒന്നും ഉണ്ടാക്കണ കാണിച്ചു തന്നില്ല. ഞാൻ പുളിയഞ്ചി കാണിക്കണം എന്ന് വിചാരിച്ചാട്ടോ. ആ സമയത്ത് ഫുള്ള് പണികൾ തന്നെയല്ലേ. കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ ഉണ്ടാക്കി കാണിച്ചത് കൊണ്ട് നമുക്ക് വിഷു ഈ ഓണത്തിന്
കഴിക്കാനേ വേണമെന്നുണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ ഓരോ ദിവസം ഓരോ തരം പായസങ്ങളും ഓരോന്നല്ലേ നമ്മൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഒരു എന്താ പറയാലമ്മ, ആ പൊഴിഞ്ഞു. ഇനി വേണമെങ്കിൽ ഇനി ഉണ്ടാവും രസത്തിക്ക് എടുക്കാം നമുക്കത്. അത് അടച്ചു വെച്ചാൽ മതി. പെയ്യാൻ തുടങ്ങിക്കണു. അപ്പോൾ എന്തായാലും വിഷു, ഓണം, അതേപോലെ ക്രിസ്മസ്, നബിദിനം ഒക്കെ ഇങ്ങനെ വരും അല്ലേ. ഓരോ ആഘോഷങ്ങളൊക്കെ ആയിട്ട് ഇത് വരുന്നതും അറിയണില്ല, പോണതും അറിയണില്ല. നമ്മളിന്ന് ഇവിടെ കല്ലടിക്കോട് പോയപ്പോൾ അവർ അറിയാനേ, ഞങ്ങൾക്ക് മാത്രം മതിയല്ലോ അല്ലേ, പപ്പൂനൊന്നും വേണം. കല്ലടിക്കോട് പോയപ്പോൾ പറയുക, അവർ അറിയാം ഓണായണതും അറിയണില്ല, വിഷു ആവണതും അറിയണില്ല, ഒന്നും അറിയണില്ല എന്ന്. എപ്പോഴും ഇപ്പോൾ ഓരോന്ന് എല്ലാ കല്യാണം ഓണത്തിൻ്റെ മുമ്പ് തന്നെ സദ്യകൾ, ഓണപ്പരിപാടികളായിട്ട് സദ്യകൾ കിട്ടിയിത്രേ. 3-4 ഓണപ്പരിപാടി ഉണ്ടായിരുന്നു അത്രേ. അപ്പോഴൊക്കെ സദ്യയായിരുന്നു എന്ന്. ഇത് കഴിച്ചിട്ട് പായസങ്ങളും കഴിച്ചിട്ട് വേണ്ടാന്ന്, എവിടെ പോയാലും അടയത്രേ. അപ്പോൾ അങ്ങനെ പറയുക. അപ്പോൾ നിർത്തിയാലോ അമ്മ? എല്ലാവർക്കും അമ്മയ്ക്ക് ചെറുപയർ പായസം കഴിച്ചിട്ട് അമ്മയ്ക്ക് ഗ്യാസ്. അപ്പോൾ കഴിക്കട്ടെ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പായസം. ഞാൻ ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് വേണം പപ്പടം കൂട്ടിയിട്ട് കഴിക്കാൻ. നേരത്തെ നോക്കുമ്പോൾ ആ ചോറുണ്ട് കഴിഞ്ഞിട്ട് വേണം പപ്പടം കൂട്ടിയിട്ട് പായസം കഴിക്കാനേന്ന്. ഏയ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. മലയാളമല്ല ശരിക്കും പറയണ. ചോറുണ്ട് കഴിഞ്ഞിട്ട് വേണം എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അതങ്ങനെ ആയിപ്പോയി. എനിക്കൂടി മനസ്സിലാവില്ല. എന്താണെന്നറിയില്ല, ചില ദിവസം ചില ഓരോ ഓണം വിഷുവൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പഴയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലേക്ക് ഇങ്ങനെ വരും കേട്ടോ. അപ്പം ഇങ്ങനെ എന്തോ പെട്ടെന്നൊരു BP കയറുന്ന പോലെയാണ്. അപ്പം നമുക്ക് എന്തോ പോലെ തോന്നുള്ളൂ. വെച്ചിട്ട് കാര്യമില്ല, അത് വേറെ കാര്യം. അപ്പോൾ പപ്പടം കാച്ചി ഞങ്ങൾ ചോറിനട്ടെ. നാളെ നല്ല വിശേഷങ്ങൾ. നാളെ തിരുവോണമാണ്, നബിദിനാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും പൊന്നോണാശംസകൾ, അതേപോലെ തന്നെ നബിദിനാശംസകൾ കേട്ടോ. ഒപ്പം. അപ്പോൾ അമ്മയും പറയും. അപ്പോൾ നാളെ കാണാം.